തെളിവ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും. വാ പോകാം. ശിവാനി, 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 എന്താമ്മേ? നിന്റെ ഫോണ് ബെല്ലടിക്കുന്നു. ഈ സമയത്ത് ആരാടി? ഏതോ കമ്പനി കോളാമേ. ഇവർക്ക് നേരവും കാലമൊന്നുമില്ലേ? കട്ട് ചെയ്തിട്ട് കിടക്ക്. ഇവനെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഹലോ വിനോദ്. എന്താ ശിവാനി, ഫോൺ ചെയ്താ കട്ടാക്കുന്ന എന്തിനാ? നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കോൾ ചെയ്താൽ അത് കട്ടാക്കുന്നു, മെസ്സേജ് ചെയ്താൽ റിപ്ലൈയും ഇല്ല. നിന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നെ ബ്ലോക്കും ആക്കി. എന്നോടെന്താ ബ്രേക്കപ്പ് പറയാൻ പോവുകയാണോ? അതെ, ഞാൻ തന്നെ ഈ വിഷയം നിന്നോട് പറയാനായിട്ടിരുന്നതാ. ഈ കാര്യം നിന്നോട് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ, പറയാൻ പറ്റിയില്ല. എന്തിന്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ഹോസ്റ്റലായിരുന്നപ്പോ നിനക്ക് ബുക്കുകൾ വാങ്ങിച്ചു തന്നു, ഡ്രസ്സുകളും വാങ്ങി, ഫോണും ആഭരണങ്ങളും എല്ലാം വാങ്ങി തന്നില്ലേ? ഷോപ്പിങ്ങിനും സിനിമയ്ക്കും ഒക്കെ കൊണ്ടുപോയി. നീ എനിക്ക് വേണ്ടി ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല വിനോദ്. ആസ് എ ഫ്രണ്ട് എല്ലാത്തിനും ഞാൻ നിന്നോട് സോറി പറയാം. എന്ത് ഫ്രണ്ടോ? അപ്പൊ ഞാൻ നിന്റെ ലവർ അല്ലേ? ലവറാണെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? എന്താ ശിവാനി ഇത്? നമ്മൾ ഒരുമിച്ച് സ്നേഹിച്ചില്ലേ? കല്യാണം കഴിക്കാതിരുന്നതല്ലേ? അതെല്ലാം നീ മറന്നുപോയോ? സോറി വിനോദ്, നിന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. നീ എന്നെ മറക്കണം. എന്താ? എന്നെക്കാളും വലിയൊരു പണക്കാരൻ നിനക്ക് കിട്ടിയോ? മര്യാദയ്ക്ക് സംസാരിക്കും വിനോദ്. വീട്ടുകാരെല്ലാം എന്റെ കല്യാണം അഖിലേട്ടനുമായിട്ട് ഉറപ്പിച്ചിരിക്കുക. അതിന് ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. ഇനി മേലിൽ നീ എന്നെ വിളിക്കരുത്. അത് കൊള്ളാലോ. അത്ര പെട്ടെന്ന് എന്നെ ഒഴിവാക്കാന്ന് വിചാരിച്ചോ? കൊന്നുകളയും ഞാൻ. നിനക്ക് തോന്നുന്ന പോലെ ചെയ്തോ. ഗുഡ് ബൈ. നീ ആരോട് സംസാരിക്കുമായിരുന്നു ശിവാനി? അത് നിങ്ങൾ അറിയണ്ട. ഈ അസമയത്ത് കല്യാണമാകാൻ പോകുന്ന പെൺകുട്ടി ഇങ്ങനെ ഫോൺ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ. എല്ലാം നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ബി ഇൻ യുവർ ലിമിറ്റ്സ്. ശിവാനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം. ആരോടായിരിക്കും അവള് ഫോണിൽ സംസാരിച്ചത്? ആരാണെന്ന് കണ്ടുപിടിക്കണം.
ഭാസ്കരേട്ടാ കോഫി എടുത്തോ. ഉണ്ണി ഹോംവർക്ക് എഴുതിയ ശേഷം പാല് കൊണ്ടുവരാം. ഓക്കെ അമ്മേ. ഇളയമേ കോഫി എടുത്തോ. ശിവാനി ഇതാ കോഫി. താങ്ക്സ്. അമ്മ എവിടെ? ഫ്രഷ് ആകുവാ. ശരി, അമ്മ വന്നിട്ട് ഈ കോഫി കൊടുക്ക്. ഉണ്ണി, അനുവും കീർത്തി എവിടെ മോനെ? ഫ്രഷ് ആവാൻ പോയിരിക്കാം മുത്തശ്ശി. അമ്മേ കോഫി. നമസ്കാരം അമ്മേ. നമസ്കാരം പൂജാരി. അല്ല, പൂജാരി എന്താ ഈ സമയത്ത് വന്നിരിക്കുന്ന? ഞാനാ വരാൻ പറഞ്ഞത്. എല്ലാവരെയും വിളിക്കേ. എന്തിനാ അമ്മേ? എല്ലാരെയും വിളിക്കാനല്ലേ പറഞ്ഞത്? ഇരുന്നോളൂ. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം അബി. എന്തിനാ അമ്മ ജോത്സ്യരോട് വരാൻ പറഞ്ഞേ? അതൊക്കെ പറയാം, നീ ഇരിക്കെ. പൂജാരി, ഏറ്റവും അടുത്ത നല്ല മുഹൂർത്തം ഏതാണെന്ന് നോക്കി പറയേ. ഇപ്പൊ തന്നെ നോക്കാം അമ്മേ. മുഹൂർത്തം എന്തിനാ അമ്മേ? അഖിലിന്റെ നിശ്ചയം നടത്തുന്നതിന്. പൂജാരി, എന്റെ മകൻ അഖിലിനും എന്റെ പേരക്കുട്ടി ശിവാനിക്കും കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. രണ്ടുപേരുടെ നക്ഷത്രവും ജാതകവും നോക്കി നല്ലൊരു മുഹൂർത്തം കുറിക്ക്. ഇപ്പൊ കുറിച്ചേക്കാം അമ്മേ. അഖിലിന് ശിവാനിക്കും എന്താ എൻഗേജ്മെന്റ്? ഈ കല്യാണം നടത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അബി? പക്ഷേ അഖിൽ നന്ദിനിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. എന്റെ പേരക്കുട്ടി ശിവാനി തന്നെ ഈ വീട്ടിലെ മരുമകളാകണം. ഞാൻ എന്റെ മകൾക്ക് വാക്കു കൊടുത്തു. ഞങ്ങൾ നന്ദിനിക്ക് വാക്ക് കൊടുത്തുപോയി അമ്മേ. ആരോട് ചോദിച്ചിട്ട് വാക്കു കൊടുത്തു? എന്നോടൊരു വാക്ക് ചോദിച്ചോ നിങ്ങള്? അമ്മ വീട്ടിലെ കുട്ടിയെന്ന് പറഞ്ഞപ്പോ അത് നന്ദിനിയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അമ്മേ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ ഭാവനെ. ഓൾറെഡി ഞാൻ അഖിലിനോടും പറഞ്ഞു കഴിഞ്ഞു. ശിവാനിയെ കല്യാണം കഴിക്കുന്നതിന് അഖിലിന് സമ്മതമാ. നന്ദിനിക്ക് അഖിലിന് ഒരുപാട് ഇഷ്ടമാണമ്മേ. അഖിലിന്റെ മനസ്സിലും നന്ദിനിയാണുള്ളത്. ഇതിൽ കൂടുതലൊന്നും പറയണ്ട അബി. അഖിലിന് വേണ്ടി ശിവാനി ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി. പക്ഷേ ശിവാനി അഖിലിന് ഒരിക്കലും യോജിക്കില്ലമ്മേ. പിന്നെ ശിവാനി വസു, ശിവാനിയെ കുറിച്ച് നീ ഇനി ഒന്നും പറയണ്ട. ഇതെന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കുന്ന കല്യാണമാ. അമ്മേ, നന്ദിനിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്മേ. നന്ദിനി അഖിലിന് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. വേണമെങ്കിൽ നല്ലൊരു വിവാഹാലോചന കൊണ്ടുവന്ന് ഞാൻ തന്നെ നടത്തി കൊടുക്കാം. ശിവാനി പഠിച്ചോണ്ടിരിക്കുകയല്ലേ അമ്മേ? അവളുടെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തണോ? എന്റെ പേരക്കുട്ടിയെ ഇവിടുത്തെ മരുമകളാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പി. അങ്ങനെയല്ല അമ്മേ. അത് ഈ കാര്യത്തിൽ ആരും ഇനി ഒരഭിപ്രായവും പറയണ്ട. അഖിലും ശിവാനിയും തമ്മിലാണ് കല്യാണം. ദിസ് ഈസ് ഫൈനൽ. പൂജാരി, പറയൂ അമ്മേ. മുഹൂർത്തം നോക്കിയോ? നോക്കിക്കഴിഞ്ഞു. ഇപ്പൊ പറയാം. നാളെ രാവിലെ 10 മണി മുതൽ നല്ല മുഹൂർത്തമുണ്ട്. നന്നായി. ഈ മുഹൂർത്തം തന്നെ നമുക്ക് നോക്കാം. നാളെ ഇതേ സമയത്ത് തന്നെ നിങ്ങൾ വന്ന് വിവാഹ നിശ്ചയം നടത്തി തരണം. ശരി അമ്മേ.
പോയിട്ട് വരാം. നമസ്കാരം. അങ്ങനെ ആവട്ടെ. അയ്യോ നാണാണോ? അഖിലിന്റെ കല്യാണത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും ഒന്നായി നിന്ന് അഖിലിന്റെ ശിവാനിയുടെയും കല്യാണം നടത്തണം. അഭി, വസു, നിങ്ങൾ രണ്ടുപേരും വേണം നാളത്തെ നിശ്ചയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഭാസ്കറും ഭാവനയും നിങ്ങൾ ശിവാനിക്ക് വേണ്ടി നാളെ നിശ്ചയതാമ്പൂലം വാങ്ങാൻ പോകുന്നു. അഖിലിന് വേണ്ടി അഭിയും വസുവും വാങ്ങുന്നതാണ്. അതിന് നിങ്ങൾ റെഡിയായിരിക്കണം. നന്ദിനി, ശിവാനി നിനക്ക് കൂടെ പിറന്നവളെ പോലെയാ. അവൾ സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിക്കേ. നിന്റെ നല്ല ഭാവിക്ക് ഞാൻ വേണ്ടത് ചെയ്തു തരാം. അഖിൽ, ഞാൻ എന്ത് ചെയ്താലും നിന്റെ നല്ലതിനു വേണ്ടിയേ ചെയ്യൂ. ഒരുപക്ഷെ നീ ഇതിനെ എതിർത്ത് നാളെ എന്തെങ്കിലും തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചാൽ പിന്നെ നിനക്ക് ഈ അമ്മ ഉണ്ടാവില്ല. അമ്മേ, അഖിലിന് മാത്രമല്ല, ആരെന്നെ എതിർത്ത് എന്ത് ചെയ്താലും ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ആദ്യമേ തന്നെ പറയാണ്. നന്ദിനി, അഖിൽ, നിനക്ക് വിഷമമുണ്ടല്ലേ? വിഷമിക്കാതെ പിന്നെ എന്ത് ചെയ്യാനോ ഏട്ടാ? നന്ദിനിയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടും അമ്മ ശിവാനി വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ഒരിക്കലും നിൽക്കില്ലെന്ന് പറഞ്ഞത്. നിങ്ങളാ നിർബന്ധിച്ച് എന്നെ നിർത്തിയത്. അമ്മയെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യാം നന്ദിനി. അഖിലിന് ഒരിക്കലും ശിവാനി ചേരില്ല എന്ന് ഞാൻ തെളിയിക്കും നന്ദിനി. വേണ്ട ഏട്ടത്തി, ഞാൻ കാരണം മറ്റൊരു പെണ്ണ് വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങൾ കാരണം നന്ദിനി വിഷമിക്കുന്ന പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ല അഖിൽ. അമ്മയുടെ തീരുമാനത്തെ നമുക്ക് എങ്ങനെ ഏട്ടാ മാറ്റാൻ പറ്റുക? അമ്മ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ശിവാനിയെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അവൾ എൻ്റെ സഹോദരിയുടെ മകളായിരിക്കാം, പക്ഷെ അവൾ അഖിലിന് ഒരിക്കലും ചേരുന്നവളല്ല. ഞാൻ ഈ വീടിനെ ഒട്ടും ചേർന്നവളല്ല. അമ്മായി അത് പറയാതെ പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണം വേണ്ടായിരുന്നു. ജീവിതത്തിലെ കല്യാണം ഇനി വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതാ. എന്തുകൊണ്ട് അഖിൽ പാടില്ലെന്ന് പറയുന്നേ? അഭി വസുവിന്റെ രണ്ടാമത് കല്യാണം കഴിച്ചതല്ലേ? അവർ സന്തോഷത്തോടെ കഴിയുന്നില്ലേ? ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാലും ഞാനും അഖിലേട്ടന് സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മായിക്ക് പിന്നെ ദമയന്തി ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടന്ന ഞങ്ങൾക്കൊരിക്കലും സന്തോഷം കിട്ടില്ല. ദേ നോക്ക് നന്ദിനി, അമ്മയ്ക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. മാത്രമല്ല ദമയന്തി ഇവിടെ സ്ഥിരതാമസാക്കാനൊന്നും പോകുന്നില്ല. അവളുടെ ഭർത്താവ് വന്നാൽ ഉടൻ തന്നെ അവളങ്ങ് തിരിച്ചു പോകും. എനിക്ക് വിശ്വാസമില്ല ഏട്ടാ. കാർത്തികയെ ഞാൻ ഒരുപാട് സ്നേഹിച്ച കല്യാണം കഴിച്ചത്. എന്നിട്ട് അവൾ എന്നെ ഇട്ടിട്ട് പോയില്ലേ? ഇപ്പൊ ഇഷ്ടമല്ലാതിരുന്നിട്ടും ശിവാനിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ഭാവി എന്താവും എനിക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ഡിപ്രസ്ഡ് ആവല്ലേ? അഭിയും വസുവും എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കും. നന്ദിനിയുടെ കൂടെ തന്നെ ആയിരിക്കും നിന്റെ കല്യാണം. അതെ അഖിൽ, അഭിയും വസുവിനെയും വിശ്വസിക്ക്. അവരെ നിനക്ക് നല്ലത് മാത്രമേ ചെയ്യൂ. നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അമ്മായി എതിർത്തിട്ട് എങ്ങനെ ഇത് നടക്കുമെന്നും ഭയമുണ്ട്.
നമ്മളൊന്നും അമ്മയെ എതിർക്കുന്നില്ലല്ലോ നന്ദിനി. ശിവാനിയെ കുറിച്ചുള്ള സത്യങ്ങൾ അമ്മയെ അറിയിക്കണം. ശിവാനി ഫോണിൽ ആരോടാ സംസാരിച്ചതെന്ന് കണ്ടുപിടിച്ച പ്രോബ്ലം സോൾവ് ആകും നന്ദിനി. ശിവാനി, നാളെ നിനക്കും അഖിലിന് വിവാഹ നിശ്ചയമാണ്. അതേമേ, ഞാൻ ഭയങ്കര ഹാപ്പിയാ. എനിക്കിതൊക്കെ കാണുമ്പോൾ സ്വപ്നമാണെന്നാ തോന്നുന്നേ. സ്വപ്നല്ലമ്മേ, ഇതെല്ലാം ഉള്ളതാ. അഖിലേട്ടന്റെ എന്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. അമ്മ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഈ വീട്ടിലെ ചെറിയ മരുമകളാകും. അതല്ലടി, നമ്മൾ ഈ വീട്ടിലെ എന്തോ ബന്ധുക്കാരാണെന്നാ വിചാരിച്ചേ. ഞാൻ ഈ വീട്ടിലെ പെണ്ണാണെന്നും നീ ഈ വീട്ടിലെ പേരക്കുട്ടിയാണെന്നും വിചാരിച്ചിട്ടേ ഇല്ല. അതേമേ, അത് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫില് ഇത് വലിയ ട്വിസ്റ്റാ. അതേടി, നിന്റെ അച്ഛൻ എന്നെ വിട്ട് ഓടിപ്പോയതും ഞാൻ കിട്ടുവിനെ വിളിച്ച് ഈ വീട്ടിലേക്ക് വന്നതും ആ സമയത്ത് അഖിലിന്റെയും കാർത്തികയുടെയും ഡിവോഴ്സ് നടന്നതും ഞാൻ ഈ വീട്ടിലെ പെണ്ണാണെന്നറിഞ്ഞതും നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതും അഖിലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചതും ആ വസു അതിനെ തടസ്സം നിന്നതും നീ മരിച്ചു പോയെന്ന് ഞങ്ങളെല്ലാരും വിചാരിച്ചതും നീ ജീവനോട് തിരിച്ചു വന്നതും എന്തോ എല്ലാം ഒരു സ്വപ്നം പോലെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അമ്മേ. കാറ്റത്ത് പറക്കണ പോലെയൊക്കെ തോന്നുക. ഇപ്പൊ എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. താഴെ വീണ് എല്ലാം എല്ലാം ഒടിയുമ്പോ ഈ സുഖമൊന്നും കാണില്ല. എന്താ കുഞ്ഞമ്മ ഇങ്ങനെ പറയുന്നേ? പിന്നല്ലാതെ അമ്മയും മോളുടെ സന്തോഷം കാണുമ്പോഴേ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നാളെ അഖിലേട്ടന്റെ കൂടെ എന്റെ എൻഗേജ്മെന്റാ. എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ? ഹാപ്പി ആയിരിക്കണം, പക്ഷേ അത് പുറത്ത് കാണിക്കരുത്. എന്തുകൊണ്ട്? കാരണം വീട് അലങ്കരിച്ച ഉടനെ അത് കല്യാണ വീടായി മാറില്ല. അപ്പോ നാളെ വിവാഹ നിശ്ചയം നടക്കില്ലെന്നാണോ? നിശ്ചയം നടക്കാനായിട്ട് എന്തൊക്കെ സാധ്യതകളുണ്ടോ അത് തടസ്സപ്പെടാനും അതേ അളവിൽ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. എന്റെ എൻഗേജ്മെന്റ് ആര് തടയാനാ? വേറെ ആര്? ആ വസു തന്നെ തടയും. അവൾക്ക് നീ അഖിലിനെ കല്യാണം കഴിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല. ഈ പ്രാവശ്യം വസുവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മിണ്ടാതിരുന്ന് ശിവാനിയുടെ അഖിലിന്റെ വിവാഹ നിശ്ചയം കണ്ടോണ്ടിരിക്കേണ്ടി വരും. ആ വസു ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്ന ജാതിയൊന്നല്ല. അവള് വിചാരിച്ച കാര്യം നടക്കാനായിട്ട് എത്ര ദൂരം വേണേലും പോകും. എങ്ങനെങ്കിലും ഈ നിശ്ചയം അവള് തടഞ്ഞിരിക്കും.